ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ട്രിവാൻഡ്രം വെമ്പായ മധുപുരത്തുള്ള ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ്, ഒരു ട്രക്കിംഗ് സ്പോട്ടിലോട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. സോ നമ്മുടെ വണ്ടി ഇപ്പം ആ ഒരു റോഡിലേക്ക് കയറിയിട്ടുണ്ട്. സോ ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഇവിടുത്തെ ടെമ്പിളാണ്. നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് സൈഡിലായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പറ്റത്തില്ല. കുറച്ചുകൂടി വളരെ കുറച്ചൊന്ന് നടന്ന് കയറാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. കാറ് നമുക്ക് മുകളിൽ വേണമെന്നെങ്കിലും കൊണ്ടുപോകും. പക്ഷെ ഒരുപാട് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അവിടെ തിരിക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ താഴെ ഇട്ടിട്ട് നടന്നാണ് കേട്ടോ കയറുന്നത്. കൂടുതലും വണ്ടി ഉള്ളവർക്കാർക്കും ഇങ്ങനത്തെ ഒരു സ്പോട്ടിലേക്ക് വരാൻ വേണ്ടി ഈസി ആയിട്ടുണ്ടാവും. കാരണം മെയിൻ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. നമുക്ക് നടന്നു വരാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഏരിയ. ഒന്നുകിൽ നമ്മൾ ഓട്ടോയിൽ വരേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ടൂ വീലറിലോ കാറിലോ ഒക്കെ വരേണ്ടി വരും കേട്ടോ. അപ്പം അത്രയും ഡിസ്റ്റൻസ് അവിടെ ഉണ്ട്. ഒത്തിരി നല്ലൊരു 4 കിലോമീറ്റർ അത്രയും തന്നെയുള്ളൂ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ കയറി വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ തമ്പുരാൻ പാറയിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. അതിനുള്ള ആർച്ച് വെച്ചിട്ടുണ്ട്. തമ്പുരാൻ പാറ ട്രക്കിംഗ് സെന്റർ എന്നിട്ട് ഇതിന്റെ പേര് വരുന്നത്. നടന്ന് കയറാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർക്ക്, ട്രക്കിംഗ് അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ കയറി ഒരു റിവറും കൂട്ടത്തിനിടയിലൂടെ വേണം അവർ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇതുപോലെ കുത്തനെയുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് എല്ലാവർക്കും അത്ര ഈസി ആയിട്ട് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. ഞാൻ തന്നെ ഒരുപാട് നിന്ന് ടൈം എടുത്തിട്ടാണ് ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം അത് മാത്രമല്ല, നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം കയ്യിൽ വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കതൊന്ന് ആശ്വാസമാവും. കാരണം ഇവിടെ പൈപ്പ് ലൈൻ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് മുകളിലത്തെ പൈപ്പിൽ വെള്ളം കിട്ടത്തില്ല. ഇതാണ് ഇത് ഫസ്റ്റ് ചെയ്യുന്ന ഒരു പാറയാണ് കേട്ടോ. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിനും ഹൈ ഉണ്ട് കേട്ടോ. അപ്പൊ അടുത്ത പാറയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതിന് ഇടവഴിയിലൂടെ തന്നെ നമ്മൾ കയറണം. ഇനി നമുക്ക് ഫുൾ വ്യൂവിലാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ കൂടി കയറണം. ഇതിന് സൈഡിലായിട്ട് അവർ ഫുൾ വേലി കെട്ടിയിട്ടാണ്. ഈ ഒരു കാട്ടിൽ കൂടെ വേണം കേട്ടോ ഈ ഒരു പാറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് അറിയത്തില്ല, ഈ കാടിനിടയിൽ വരുന്ന ഒരു പാറ എന്തായിരിക്കും ഇവിടെ ഹിഡൻ സ്പോട്ട് എന്ന് പറയുന്നത്. ആർക്കും അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൊരു സ്പോട്ടല്ല. അപ്പം ഒരുപാട് സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി ഇതിൻ്റെ ടോപ്പിൽ ചെയ്യുമ്പോൾ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ആ വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഒരു 2 മണി 3 മണി സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ആ ടൈമിൽ ഫുൾ വെയിലായിരുന്നു. വലിയ വെയിലൊന്നുമല്ല, കുറച്ച് കാമായിട്ടുള്ള വെയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സീസൺ നമ്മൾ തണുപ്പ് മഞ്ഞൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിനെ വരാമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മഞ്ഞ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. അധികം ആരും ഇല്ലാത്തൊരു പ്ലേസ് കൂടിയാണ് ഈ ഒരു തമ്പുരാൻ പാറ. എന്നുവെച്ചാൽ ആർക്കും അറിയാത്തത് കൊണ്ടാണോ, ഒത്തിരി ഫേമസ് ആവാത്തത് കൊണ്ടാണോ, അല്ലെ ഇതിന്റെ വീടിനെ പറ്റിയിട്ട് നമുക്ക് അറിയാത്തത് കൊണ്ടൊന്നും അറിയത്തില്ല. ഒരുപാട് പേരൊന്നുമില്ല, കൂടുതൽ കപ്പിൾസാണ്. മല കയറി വന്ന ആരിക്ക് കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ വരാം. അപ്പം അവിടെ ഒരു ചെറിയൊരു കുളമാണ് കേട്ടോ. അവിടുത്തെ പൈപ്പ് തുറന്നില്ലെങ്കിൽ വെള്ളമൊന്നും വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ വാട്ടർ കൊണ്ടുവരാമെന്നുള്ളതാണ്. ഇതിന് ചുറ്റും അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ല ഹൈറ്റിലാണ് ഈ പാറ നിൽക്കുന്നത്. താഴേക്ക് നോക്കുമ്പോൾ നല്ല താഴെ, നമ്മൾ എത്രയോ മുകളിലാക്കിയാണ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവാം. അപ്പം ഞാൻ അതിനെ സൈഡിലും പോയി നിൽക്കത്തില്ല, എനിക്ക് നെവിയും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് ഇവിടുത്തെ ടെമ്പിൾ. അവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗണപതിയാണ്. ആ സ്പോട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല, ഉച്ചയായതുകൊണ്ടാണ് ആ ഒരു സ്പോട്ടിലേക്ക് പോകാത്തത്. സോ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി ഞങ്ങളൊരു സോഡ ലൈൻ കുടിച്ച് ഇന്നത്തെ പരിപാടി അങ്ങനെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി വന്നിട്ടുള്ള പനിമല ക്ഷേത്രത്തിലെ ഗ്രൗണ്ടിലാണ്. അപ്പം ഈ ഗ്രൗണ്ടിലാണ് ഞാൻ വണ്ടി ഡ്രൈവ് പഠിക്കുന്നത്. സോ അച്ഛൻ അമ്മ പിയൊക്കെ വണ്ടിക്ക് അകത്തുണ്ട് കേട്ടോ, കാറിനകത്ത് ഉണ്ട്. ആൾ പുറത്തിറക്കാൻ പറ്റത്തില്ല, ചുറ്റും പട്ടികൾ ഉള്ളതുകൊണ്ട് എനിക്ക് പുറത്തിറക്കാൻ പറ്റത്തില്ല. അപ്പം അമ്മ അകത്തുണ്ട്, അച്ഛൻ സൈഡിലുണ്ട്. അപ്പം വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം എൻ്റെ കൂടുതൽ ജീവിതത്തിലും എനിക്ക് വീഡിയോ എടുത്ത് തരുന്നതും എൻ്റെ ഭക്തി കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ
അയാളായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനുള്ള വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പറ്റുമെങ്കിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തേക്കാം. അപ്പോൾ പുതിയ സ്പോട്ടിലേക്ക് അടുത്ത വീഡിയോസ് കാണാം. അപ്പം